സഹോദരന്മാരെ, മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊരു വ്യക്തിയും ഏതൊരു ജീവിയും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തു നിന്നും തിരിച്ചു പോകണമെന്നത് നമ്മൾക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുള്ള യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് എന്നാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു സൂറത്തുൽ മുൽക്കിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പരിപൂർണമായും നിറവേറ്റുന്ന യഥാർത്ഥ രക്ഷപ്രാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കേണ്ടത്. ഇഹലോകത്ത് നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി കളിയും ചിരിയും വിനോദവും ആനന്ദവുമായി കൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എനിക്കൊരു കുറച്ച് ദിവസം കൂടി നീട്ടിത്തരുമോ എന്ന് വിലപിക്കുന്ന, കേഴുന്ന അവസ്ഥയായിരിക്കും അത്തരം ആളുകൾക്കുണ്ടാവുക. എന്നാൽ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കി പരലോകത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് മരണത്തിന് ശേഷം വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? തിന്മകൾ മാത്രം ചെയ്തിരുന്ന, ധാർമ്മികത എന്തെന്ന് അറിയാതിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്നത്. അവർക്ക് സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. അവർക്ക് തോന്നിയത്, അവരുടെ മനസ്സിൽ അവരുടെ ഇച്ഛകൾക്ക് തോന്നുന്നത് മാത്രമായിരുന്നു അവരുടെ ദീനും അവരുടെ ജീവിതവും. ആ അവരുടെ തോന്നലുകളിൽ മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ, മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, മറ്റുള്ളവൻ്റെ വികാരങ്ങൾ അതൊന്നും പരിഗണിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ തോന്നിയതുപോലെ ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ പരലോകബോധം മനസ്സിലാക്കി കൊടുത്തപ്പോൾ, പറഞ്ഞു കൊടുത്തപ്പോൾ ആ ആളുകളിൽ വലിയ മാറ്റമുണ്ടാവുകയാണ്. ജീവനോടെ സ്വന്തം കുഞ്ഞിനെ കുഴിച്ചും കൂടിയിരുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് വിശ്വാസിയായതിൻ്റെ ശേഷവും എല്ലാ ദിവസവും കണ്ണുനീർ വാർക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. താൻ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പിടികൂടുമോ എന്ന് ഭയപ്പെട്ടവർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച സഹാബികളുടെ കൂട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യമായത്? പരലോകം എന്നത് അവർ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും പല തിന്മകളിൽ നിന്ന് മാറിനിൽക്കാൻ കഴിയാത്തത്? നന്മകളുടെ വിഷയത്തിൽ നമുക്കിപ്പോഴും ഒരു മന്ദഗതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ പരലോകത്തെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് മനസ്സിലാക്കി നൽകിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്ത് ഫുസ്സിലത്തിലെ 19 മുതലുള്ള വചനങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തേക്ക് ഒരു വിഭാഗം ആളുകളെ, നരകത്തിൻ്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിൻ്റെ ശത്രുക്കളെ നാളെ പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിലേക്ക് കൊണ്ടുവരുന്ന ദിവസം, ആ സമയത്ത് ഫഹും യൂസഊൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. കാലിയെ, പശുവിനെ, അതേപോലെ ഒട്ടകത്തെ, അതേപോലെ ആടിനെയൊക്കെ പിന്നിൽ നിന്നും
വടികൊണ്ട് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ അവരെ ഒരു ഭാഗത്ത് നിന്നും അങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഹത്താ ഇദാ മാ ജാഊഹ, അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവർ തെളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണും അവരുടെ കാഴ്ചയും അവരുടെ കേൾവിയും അവരുടെ തൊലികളും അവർക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്നാണ്. ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ കേട്ട കേൾവികൾ, നമ്മൾ സംസാരിച്ച സംസാരങ്ങൾ, നമ്മൾ സ്പർശിച്ച സ്പർശനങ്ങൾ എല്ലാം അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കെതിരിൽ സാക്ഷ്യം നിൽക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ ഈ ആളുകൾ വഖാലു ലിജുലൂദിഹിം, അവരുടെ തൊലികളോട് ചോദിക്കുമത്രേ, ലിമ ശഹിദ്തും അലൈന, എന്തിനാണോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നിന്നത്, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നിന്നത് എന്ന് തൊലികളോട് ചോദിക്കുമെന്നാണ്. അഥവാ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു, ആ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം മെനക്കെട്ടിച്ചുണ്ടായിരുന്നു. മുഖസൗന്ദര്യം അധികരിപ്പിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയവരുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽ. തങ്ങളുടെ സൗന്ദര്യം ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മത്സരിച്ചിരുന്ന സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ടാകും. തങ്ങളുടെ തൊലികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നെത്തി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ അടുക്കൽ പോവുകയും എത്ര പൈസയും പൊടിക്കാൻ, ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ എത്ര ആയിരങ്ങൾ പൊടിക്കേണ്ടി വന്നാലും അതൊന്നും കുഴപ്പമില്ല എന്ന രൂപത്തിൽ പണം ചെലവഴിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. തങ്ങളുടെ തൊലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, തങ്ങളുടെ ചർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമയവും അധ്വാനവും സമ്പത്തും ചെലവഴിച്ച ആളുകളായിരിക്കും അവർ. ആ തൊലികൾ നമുക്കെതിരെ, ആ ആളുകൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമ്പോൾ, സാക്ഷ്യം നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുമത്രേ, എന്തിനാണോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷ്യം നിൽക്കുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ തൊലികൾ അവരോട് തിരിച്ച് സംസാരിക്കുമെന്നാണ്. ഖാലു, ആ തൊലികൾ അപ്പോൾ പറയും, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ, ഇന്ന് എല്ലാത്തിനെയും സംസാരിപ്പിച്ച അള്ളാഹു തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിക്കുന്നത് എന്നാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വായകൾക്ക് സീല് വെക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നാവുകൾക്ക് അന്ന് സംസാരിക്കാൻ കഴിയുകയില്ല. അന്ന് സംസാരിക്കുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് തൊലികൾ സംസാരിക്കും, കണ്ണുകൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സംസാരിക്കും. എന്തിനധികം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്ത ഭൂമി വരെ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതിൻ്റെ സംസാരങ്ങൾ പുറത്തു വേണ്ടിയുമെന്ന്, അതിൻ്റെ വാർത്തകൾ പറയുമെന്ന്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ആ പ്രവൃത്തി ചെയ്ത സ്ഥലം വരെ, ഭൂമി വരെ അന്ന് സംസാരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതാണ് തൊലികൾ പറയുന്നത്. ഖാലു അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മർറ വഇലൈഹി തുർജഊൻ. ആദ്യം നിങ്ങളെ പടച്ചവൻ തന്നെയാണ്, അവനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ മടക്കവും ഉള്ളത് എന്ന് അന്ന് തൊലികൾ പറയുമെന്നാണ്. വമാ കുൻതും തസ്തതിറൂന അയ്യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ظننتم അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. അന്ന് തൊലികൾ അവരോട് പറയുമെന്നാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ കേൾവിയും ഒക്കെ, നിങ്ങളുടെ തൊലികളുമൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അതേ രൂപത്തിൽ ഒളിച്ചു തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ ധരിച്ചിരുന്നു. നിങ്ങൾ വിചാരിച്ചത് വലാകിൻ ظننتم അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പലതും അല്ലാഹു അറിയുന്നില്ല എന്ന ധാരണയായിരുന്നു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് തൊലികൾ നമ്മളോടൊന്ന് ബോധ്യപ്പെടുത്തുമെന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളുടെ ചർമ്മങ്ങൾ സംസാരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും അന്നവിടെ മറച്ചു വെക്കാൻ കഴിയില്ല. എന്തൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായ കണക്കനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലങ്ങൾ അന്നവിടെ ഉണ്ടാകും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണിത്തൂക്കം നന്മയുണ്ടെങ്കിൽ അതവിടെ കാണുമെന്നാണ്. അണുമണിത്തൂക്കം തിന്മയാണെങ്കിൽ അതും അവിടെ കാണുമെന്നാണ്. ദർറത്ത്, അണുമണിത്തൂക്കം, വളരെ നിസാരമായ കാര്യങ്ങൾ പോലും അന്നവിടെ ഒഴിവാക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താൻ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല.
നമ്മളുടെ കണ്ണിനെ, നമ്മളുടെ കാതിനെ, നമ്മളുടെ ശരീരത്തെ നമ്മൾ പലതിനും വേണ്ടി തയ്യാറാക്കിയിരുന്നു. നമ്മൾക്കൊരു സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിൻ രാവിലെ 4 മണിക്കാണ്, 5 മണിക്കാണെങ്കിൽ നമ്മൾ 3 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേറ്റ് കുടുംബത്തെ അടക്കം റെഡിയാക്കിയിട്ട് നേരത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. നമുക്കൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. നമ്മുടെ ഭൗതികമായ ആവശ്യമായിരുന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കളി ഏറെ നട്ടപ്പാതിരാക്കായിരുന്നാലും ആ സമയത്ത് ഉറക്കമൊഴിച്ചതിനെ കാണാൻ വേണ്ടി ഒരു സെക്കൻഡ് പോലും അതിൻ്റെ കാഴ്ചയെ, ആസ്വാദനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുവാൻ നമ്മൾക്ക് സാധ്യമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ പള്ളിയിൽ വിളിയാളം വരുമ്പോൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ നമ്മൾക്ക് സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു കണ്ണുകൊണ്ടാണോ ഈ കാര്യങ്ങൾ കണ്ടിരുന്നത്, ഏതൊരു കാതുകൊണ്ടാണോ ഈ കാര്യങ്ങൾ കേട്ടിരുന്നത്, നമ്മുടെ ഏതൊരു ശരീരമാണോ ഇതിനു വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്, ആ ശരീരം ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ മുമ്പിൽ സാക്ഷ്യം നിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടത് കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് അള്ളാഹു നമ്മൾക്ക് ഈ ജീവിതവും നമ്മുടെ ശരീരവും അള്ളാഹു നൽകിയിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ, ജിന്ന് വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയല്ല അള്ളാഹു നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ധിക്കരിക്കാതിരിക്കുവാൻ വേണ്ടി, ധിക്കാരം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സുകൾ ഓട്ടോമാറ്റിക്കലി തിന്മകളിലേക്ക് ചാഞ്ഞു പോകുമെന്ന കൃത്യമായ ധാരണയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി, ഉത്ബോധനങ്ങൾക്ക്, ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി വ്യത്യസ്തമായ സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു ഖൗമിനെയും വെറുതെ വിട്ടേച്ചിട്ടില്ല. ഏതൊരു ഖൗമിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ ഖൗമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള കിതാബ്, ഗ്രന്ഥം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് ഉപദേശകരായിക്കൊണ്ട്, നിർദ്ദേശകരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. താക്കീതുകാരന് വരാത്ത, ഓർമ്മപ്പെടുത്തൽ ലഭിക്കാത്ത ഒരു ഖൗമും ഖിയാമത്ത് നാളെ വരെ കടന്നു പോകില്ല എന്ന് അല്ലാഹുവും പ്രവാചകനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾക്ക് അല്ലാഹുവോട് ഒഴികഴിവുണ്ടാവുകയില്ല. നമ്മൾ ചെയ്യുന്ന തിന്മകൾ തിന്മകളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരാത്തത് ആരാണ്? കൃത്യമായ ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുന്ന രൂപത്തിലെ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധമായും ഒരു വിശ്വാസി വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ഉത്ബോധനങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട് ഇസ്ലാം. മറ്റു മതങ്ങൾക്കൊന്നും അതില്ല. ഒരു മതത്തിൻ്റെ ആളുകൾക്കും ഈ രൂപത്തിൽ നിർബന്ധ ബുദ്ധിയ ചില ഉപദേശങ്ങൾ കേൾക്കേണ്ട അവസ്ഥ മറ്റുള്ള ആളുകൾക്കില്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കേൾക്കാതെ പോയിട്ടില്ല. നമ്മൾ പലപ്പോഴും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. ഉപദേശങ്ങളുടെ വിഷയത്തിൽ നമ്മൾക്ക് പലപ്പോഴും അശ്രദ്ധയാണ്. ഒരു വെള്ളിയാഴ്ച ഖുതുബ മാത്രം കേൾക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അതും തന്നെ ഉറങ്ങി തൂങ്ങിയും അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയും ഒക്കെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഉപദേശം, ഒരു നിർദ്ദേശം, ഒരു ഉത്ബോധനം അത് കേൾക്കാൻ വേണ്ടി മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നിർബന്ധമായും കേൾക്കാൻ അല്ലാഹു ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ചെയ്യാനുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയാൻ, അല്ലാഹുവോട് ഒഴികഴിവ് പറയാനുള്ള ഒരവസ്ഥ നമുക്ക് പരലോകത്തുണ്ടാവുകയില്ല. അല്ലാഹു കൃത്യമായ അവസ്ഥകൾ ഉണ്ടാക്കി. അതിനപ്പുറത്ത് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ദീനെ പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടില്ല, എനിക്ക് സമയമുണ്ടായിട്ടില്ല എന്ന് അള്ളാഹുവോട് ഒഴികഴിവ് പറയുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധ്യമാകുമോ? നമ്മൾക്ക് പഠിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങൾ നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറും കാണാറുമുണ്ട്. അതേപോലെ തന്നെ ദീന് പഠിക്കാനുമുള്ള അവസരങ്ങൾ ആ ഫോണിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് മറുപടിയാണ്, എന്തു കാരണമാണ്, എന്ത് റീസൺ ആൻഡ് എക്സ്ക്യൂസാണ് നമുക്ക് അള്ളാഹുവോട് പറയാനുണ്ടാവുക? ഒരിക്കലും പറയാനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ തൊലികളും അള്ളാഹു സുബ്ഹാനഹു മുമ്പിൽ നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന്. ആ ബോധ്യത്തോടു കൂടി നന്മകളിൽ മുന്നേറുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധ്യമാകണം. ഒരു ഫാസിഖിന്റെ, ഒരു അവിശ്വാസിയുടെ, ഒരു മുശ്രിക്കിന്റെ അവൻ്റെ വിചാരണയെക്കുറിച്ചാണ് അള്ളാഹുവെ പഠിപ്പിക്കുന്നത്.
ജനങ്ങളുടെ മുമ്പിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഖിയാമത്ത് നാളെ വരെയുള്ള മുഴുവൻ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മഹാസഭയിൽ വെച്ചായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ നാളെ തൂക്കിക്കണക്കാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും എന്നാണ്. ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിനെ പേടി ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രിയിൽ കണ്ണ് നിറച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തൊഴുക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചു അത്രേ: അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അല്ലാഹുവേ നീ എനിക്ക് എളുപ്പമുള്ള വിചാരണ നൽകണേ എന്ന്. ഇത് കേട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: റസൂലേ, എന്താണ് പ്രവാചക ഈ രൂപത്തിലുള്ള ഹിസാബൻ യസീറ എന്ന് പറഞ്ഞാൽ? എന്തിന് താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം? താങ്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു നൽകിയിട്ടുണ്ട്. താങ്കൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ സംരക്ഷണം താങ്കൾക്കുണ്ട്. പിന്നെ എന്തിനാണ് പ്രവാചക താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നമ്മുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി: ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദിൻ യാ ആയിഷ ഹലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വ്യക്തിയെയും അവനെ കൃത്യമായി കൊണ്ട് പഴുതടച്ച രൂപത്തിൽ തലനാരിഴകീറിക്കൊണ്ട് ഹിസാബ് ചെയ്യാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നശിക്കുമെന്നാണ്. ഹലക്, അവൻ നശിക്കും. കാരണം അല്ലാഹു ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ, നിഅമത്തുകൾ അത്രയധികമുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്താൽ ഒരിക്കലും അവസാനിക്കുകയില്ല. നമ്മൾക്ക് അല്ലാഹു നൽകിയ ശരീരം തന്നെ നിങ്ങൾ നോക്കൂ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അത് ഏറ്റവും കൃത്യമായി കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ആ അവയവം ശരീരത്തിൽ എത്രത്തോളം വേണ്ടപ്പെട്ടതായിരുന്നു, പ്രധാനമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശരീരം ഒന്ന് ചൂടുപിടിച്ചാൽ, ഒന്ന് പനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു അവയവം ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ, ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ഓരോ പിന്നെ അകത്തും പുറത്തുമുള്ള മുഴുവൻ അവയവങ്ങളും എത്ര കൃത്യമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ താമസിക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ സമ്പത്തും തുടങ്ങിയിട്ട് ഓരോന്നും എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് നന്ദിയാണ് കാണിച്ചിട്ടുള്ളത്? എന്ത് തിരിച്ചു കൊടുക്കലാണ് നമ്മൾ അല്ലാഹുവിനെ നൽകിയിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് നൽകിയ ഓരോന്നിനെ കുറിച്ചും കൃത്യമായി ഇതിന്റെ മറുപടി എവിടെ, ഇതിന്റെ നന്ദി എവിടെ, ഇതിന് നീ എന്ത് ചെയ്തു എന്നിങ്ങനെ അല്ലാഹു ഓരോരുത്തരെയും തലനാരിഴയിൽ കൂടെ പരിശോധിക്കാൻ നിന്നാൽ അവൻ നശിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഭയപ്പെടുന്നു. കാരണം അത്ര കൃത്യമാണ് പരലോകത്ത് അല്ലാഹു ഏർപ്പെടുത്തി വെച്ചിട്ടുള്ള പരിശോധനക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിൻ്റെ കാഴ്ചയുണ്ട്, കൃത്യമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കർമ്മങ്ങളെല്ലാം ആ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ രേഖകൾ അല്ലാഹു നമ്മുടെ കൈകളിൽ നൽകുന്നുണ്ട്, വായിക്കാൻ പറയുന്നുണ്ട്. എല്ലാം കൃത്യമായ രൂപത്തിൽ, ഒന്നും ഒഴിയാത്ത രൂപത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്ന സിസ്റ്റം അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പ്രയാസപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിസാബൻ യസീറ, എളുപ്പമുള്ള വിചാരണ നൽകണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ രൂപത്തിൽ ഹിസാബ് എളുപ്പമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നന്മകളിൽ മുന്നേറാൻ കഴിയേണ്ടതുണ്ട്, തിന്മകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുണ്ടാകണമെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായാൽ, ബോധമുണ്ടായാൽ മാത്രമാണ് സാധ്യമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയും വിശ്വാസികളുടെ വിചാരണ എപ്രകാരമായിരിക്കുമെന്നും പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട സ്വർഗാവകാശികളായ വിശ്വാസികൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കൊറ്റക്ക് വിളിച്ചാണ് വിചാരണ ചെയ്യുക. ആളുകൾക്ക് മുന്നിൽ വിചാരണ ഉണ്ടാവുകയില്ല. ഒറ്റക്കവനെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്ക് വിളിച്ചിരുത്തും. എന്നിട്ട് അവൻ ചെയ്ത കർമ്മങ്ങൾ എല്ലാം അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. അതിലവൻ്റെ എല്ലാ തിന്മകളും ഉണ്ടാകും. ആ വിശ്വാസി അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ജീവിച്ച ആ വ്യക്തി അള്ളാഹുവിന് മുമ്പിൽ പടച്ചറബേ ഇതെല്ലാം ഞാൻ ചെയ്തു പോയി തിന്മകളാണ് എന്ന് അവൻ സമ്മതിക്കും. അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും, അവനെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ്. ഇതാണ് ഹിസാബൻ യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വിചാരണ. സഹോദരന്മാരെ, ആ വിചാരണയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അല്ല എങ്കിൽ മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് കൊണ്ട്, നമസ്കരിച്ചവരാണ് എന്നുള്ളത് കൊണ്ട്, നോമ്പെടുത്തു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോകണമെന്നില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
അങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്നതിനുള്ള ബോധമുണ്ടാകുമ്പോൾ, അതിന് പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സഹാബികൾ പലപ്പോഴും കരഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം കരയുമായിരുന്നുവെന്ന് പ്രവാചകന്റെ സഹാബികൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഉസ്മാൻ താങ്കൾ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള വീടുകളിൽ നിന്ന് ഒന്നാമത്തെ വീടാണത്. ആ ഖബറിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമായിരിക്കും രക്ഷപ്പെടുമെന്നാണ്. പക്ഷേ ആ ഖബറിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആ ഇടത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും രക്ഷയുണ്ടാവുകയില്ല എന്നാണ്. സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നോ നാളെയോ മരണപ്പെടേണ്ടവരാണ്. എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് നമുക്കൊരാൾക്കും അറിയില്ല. ആ മരിച്ച ആ നിമിഷം മുതൽ നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കും. ആ ഖബറിൽ രക്ഷ കിട്ടിയിട്ടില്ല എങ്കിൽ പരലോകത്തൊരു രക്ഷയും ഉണ്ടാവുകയില്ല. ആ ഖബറിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് പരിപൂർണമായും രക്ഷപ്പെടാൻ സാധ്യമാകും. അതുകൊണ്ട് ആ പരലോകത്തെക്കുറിച്ച് ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട്, പരലോകത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നെല്ലാം പരിപൂർണമായി മാറി നിൽക്കാനും, ചെയ്തു പോയ തിന്മകളെല്ലാം അള്ളാഹുവോട് ഏറ്റുപറയാനും, നന്മകളിൽ സമയം കണ്ടെത്തുവാനും നമ്മൾ മെനക്കെട്ടിച്ചില്ല എങ്കിൽ സഹോദരന്മാരെ, പരലോകത്ത് പ്രയാസപ്പെടുമെന്ന് തീർച്ചയാണ്. ആ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പരലോകത്തെ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്. അവൻ്റെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം ഹജ്ജ് കർമ്മത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. സമ്പത്തും ശാരീരികമായി കഴിയുമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാൻ അവൻ എത്രയും വേഗം സമയം കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നമ്മളെ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ പെട്ടെന്ന് ചെയ്തു കൊള്ളട്ടെ. കുറേ കഴിഞ്ഞിട്ട്, വയസ്സായി, അങ്ങോട്ടെത്തിയിട്ട്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഇപ്പോൾ സൗദി അറേബ്യ സർക്കാർ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അല്പം നേരത്തെയാക്കിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. 4 ദിവസം മാത്രമാണ് ഇനി രജിസ്ട്രേഷന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുവേണ്ടി തീരുമാനിക്കേണ്ട സമയം ഇപ്പോഴാണ്. മുഹറം കഴിഞ്ഞ് സഫറിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, അഥവാ ഒരു പുതിയ വർഷത്തിലേക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ വർഷത്തിൻ്റെ അവസാനത്തിലാണ് ഹജ്ജ്. പക്ഷേ ഇപ്പോഴേ അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകാമെന്ന് വിചാരിക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ആ രജിസ്ട്രേഷൻ സമയം അവസാനിക്കും മുമ്പ് കുറഞ്ഞ നിരക്കിൽ ആ സൗകര്യങ്ങളിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മൾക്ക് കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ ഒരാൾ മുന്നൊരുക്കം നടത്തുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജാഹിലിയ മരണം വരിച്ചേക്കുമെന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഭയപ്പാട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മലക സാദൻ, ഒരാൾക്ക് സമ്പത്തുണ്ടായി, വറാഹിലതൻ തബ്ലുഗു ഇലാ ബൈത്തില്ല, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് എത്തിക്കുവാൻ അഥവാ ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള സൗകര്യത്തിന് വാഹനവും സമ്പത്തും ഒരാൾക്ക് റെഡിയായി, പക്ഷേ ഫലം യഹുജ്, അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ഫല അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസറാനിയൻ, അവൻ ജൂതൻ്റെയോ നസറാനിയുടെയോ മരണമായിരിക്കും അവനുണ്ടാവുക എന്നാണ്. കാരണം അവർ അവരുടെ നന്മകളെ പിന്നീടാകാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ച് അവസാന വഴികളിലായി പോയവരാണ്. അതേ രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകിയിട്ട് ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ്, ഗുരുതരമാണ് എന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഹജ്ജിന് കഴിവുള്ള ആളുകൾ മുന്നൊരുക്കം നടത്തണം. അത് ഏറ്റവും നല്ലത് ചെറുപ്രായത്തിൽ തന്നെ ചെയ്യുന്നതാണ് മനസ്സിലാക്കി ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഹജ്ജ് എന്നത് ഒരു വിശ്വാസിയുടെ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യമാണ്. അത് കഴിവുണ്ടായിട്ട് അത് ചെയ്തെങ്കിൽ മാത്രമാണ് ഇവൻ്റെ ഇസ്ലാം പരിപൂർണമാകുന്നത്. സമ്പത്തില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, സൗകര്യമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനത് ബാധകമല്ല.
സമ്പത്തുള്ള സൗകര്യമുള്ളവർ ഒരിക്കലും ഹജ്ജിനെ വൈകിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മത്സരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.